ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ശരാശരി പ്രവാസിയുടെ ഒരു വീക്കെൻഡിലെ സന്തോഷമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ വീക്കെൻഡ് ഇവിടെ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ഈവനിങ് തൊട്ട് തുടങ്ങും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, കാരണം വെള്ളിയാഴ്ച ലീവാണ്. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം പുറത്തൊക്കെ പോകും, കറങ്ങാനൊക്കെ പോകും, ഫുഡ് കഴിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ നടക്കുക. പ്രത്യേകിച്ച് സൗദിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ. അപ്പം മെയിനായിട്ട് നമ്മൾ പുറത്ത് പോവുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമുക്ക്. പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വലിയൊരു സന്തോഷമാണല്ലോ. നമ്മളെപ്പോഴും പറയാറുണ്ട് തേഴ്സ്ഡേ ഈവനിങ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ. ആ ഒരു വീക്ക് ഫുള്ള് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ നമുക്ക് വേറെ ലീവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം തേഴ്സ്ഡേ ഈവനിങ് പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ റിലാക്സേഷനാണ്. പിന്നെ ഫ്രൈഡേ ലീവ് ഉള്ളവർക്ക് അത് എടുക്കുക, അല്ലാത്തവർ ജോലിക്ക് പോവുക. അങ്ങനെയൊക്കെയാണ് പൊതുവെ ഇവിടെ നടക്കുന്നത്. നമ്മൾ പതിവ് തെറ്റിക്കാണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മസാല ഷവായ കിട്ടുമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പിടിച്ച് കൊണ്ടുപോയതാട്ടോ. ഞാൻ പേരും കടയൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അവിടുത്തെ ഫുഡ് തീരെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഈ ഒരു ഫലൂദ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത്. ഫലൂദ, ഐസ്ക്രീംസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് വല്ലപ്പോഴും കഴിക്കുന്നതല്ലാണ്ട് ഞാൻ അതിന് അഡിക്റ്റഡ് അല്ലെങ്കിൽ അതിനോടൊരു പ്രത്യേക താല്പര്യമൊന്നും എനിക്കില്ല. പക്ഷേ ഇതിൽ ജസ്റ്റ് ആ ഒരു മെനുവിൽ എനിക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഓർഡർ ചെയ്തതാണേ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു, കിടന്നുറങ്ങി. ഫ്രൈഡേ മോർണിംഗ് കുറേ നേരം കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചതാണ്. അൺഫോർച്ചുനേറ്റ്ലി 5 മണിയായപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ വണ്ടികളൊക്കെ കണ്ട് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല കിടന്നുറങ്ങാൻ വേണ്ടി. ഭ്രാന്തായി സത്യം പറഞ്ഞാൽ. 5 മണി തൊട്ട് 7 മണി വരെ എങ്ങനെയൊക്കെയോ കിടന്നു കേട്ടോ. പിന്നെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ, ജനലിൽ കർട്ടനൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ വരുന്നുണ്ട് റൂമിലേക്ക്. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സാഡായിപ്പോയി. ഞാൻ നല്ല AC-യിൽ നല്ല തണുപ്പത്ത് ഒരു 8-9 മണി വരെ 10 മണി വരെ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ആ പ്ലാനൊക്കെ പോയതുകൊണ്ട് ഭയങ്കര വിഷമമായി. പിന്നെ ഇന്ന് രാവിലെ പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കറണ്ട് വരാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫോണിലാകെ കുറച്ച് ചാർജ് ചെയ്യില്ല. എന്തായാലും ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും പതിവ് തെറ്റിക്കാണ്ട് അതും ചെയ്തു. അപ്പോൾ ചൂട് സഹിച്ച്, ചേട്ടായി ആണെങ്കിൽ കുറേ നാൾ കൂടിയിട്ട് ഒരു വെള്ളിയാഴ്ച പുള്ളിക്ക് ലീവ് കിട്ടിയതാണ്. അതിങ്ങനെയായെന്ന് പറഞ്ഞ് പുള്ളി സാഡായി. പുള്ളിക്ക് വെള്ളിയാഴ്ചകളിൽ അങ്ങനെ ലീവ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ലീവ് എടുത്തതാണ്. എനിവേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാനാണ് മാർഗമുള്ളൂ. വേറെ ഒരു പരിപാടി നമുക്കിവിടെ നടക്കത്തില്ല. കാരണം ഹോട്ടലിൽ പോയിരുന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് AC എങ്കിലും ഇട്ട് അവിടെ ഇരിക്കാമല്ലോ കുറച്ച് നേരം. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് നേരെ പുറത്ത് പോവാണേ. പുറത്ത് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിക്കണം. കാരണം വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ റീസ്റ്റോക്ക് ചെയ്താലാണ് പിന്നെ ആ ഒരു വീക്ക് ഫുള്ള് നന്നായിട്ട് അങ്ങ് ഓടാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഉപരി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് സാധനമൊക്കെ മേടിക്കണമല്ലോ വിചാരിച്ചിട്ട് പോയി. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. ഈ വെളുപ്പിനെ പോലും എന്തൊരു വെളുപ്പിനെന്നല്ല, ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല പൊരി വെയിൽ തുടങ്ങും. ആ ചൂടത്ത് ഞങ്ങൾ പോയി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു മലയാളി കടയിലോട്ട് പോയി കേട്ടോ. സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും മലയാളി കടകളൊന്നും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. എനിക്കറിയില്ല, ഞാൻ ഈ സൗദീൻ്റെ വീഡിയോസോ അങ്ങനെ ഒന്നും കാണാറുണ്ടായിരുന്നില്ല ഞാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫോർട്ടബിളാണേ. അതായത് നമുക്ക് നമ്മുടെ നാട് വിട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ല. നമ്മൾ ഫുള്ള് ഞാനൊക്കെ ബാംഗ്ലൂർ പഠിക്കാൻ പോയൊരു ഫീലിംഗ് എനിക്കിപ്പോൾ ഇവിടെ സൗദിയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ. ഹെക്റ്റിക്കായിട്ടുള്ള വർക്കല്ല. അതുപോലെ തന്നെ ഞാൻ കയറിയ ഒരു ഫീൽഡിൻ്റെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഒരു ഹോംലി ഫീലാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര കൂളും, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഒത്തിരി മലയാളീസ് ഫ്രണ്ട്സായിട്ട് ഒരുപാട് പേര്. അങ്ങനെ നമുക്കൊരു വെളിനാട്ടിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ഫീലിംഗ് ഇല്ല നമുക്ക്. അപ്പോൾ ഇതാ ചേട്ടയുടെ മന്ത്ലി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മുടിവെട്ടൽ, താടി പഠിക്കൽ, അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ പറയുകയും ചെയ്തു ചേട്ടായുടെ അടുത്ത്, ഇന്ന് പോക്കറ്റ് കാലിയാവുന്നു. അതുപോലെ തന്നെ മുടി വെട്ടാനിരുന്ന ആൾ എന്തൊക്കെയോ ചെയ്ത് 19 റിയാലൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ആ ചേട്ടൻ അവിടെ നിന്ന് ഇട്ടത്. പക്ഷേ നല്ലൊരു ഫേസ് മസാജും ഹെഡ് മസാജും ഒക്കെ പുള്ളിക്ക് കിട്ടി കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നു.
അതൊക്കെ മേടിച്ച് ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം മേടിച്ച് പിറക്കി വീട്ടിലോട്ട് പോയിട്ട് വേണം ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. എനിക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാലാട്ടോ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. എന്താ വേണ്ടതെന്നൊക്കെ ആലോചിച്ച് പിറക്കി അതിൻ്റെ വിലയൊക്കെ നോക്കി അത് നമുക്കിനി ഒരാഴ്ചത്തേക്ക് ഇത്രയും മതിയോ, ഇത് കൂടുതലാവുമോ എന്നൊക്കെ ഉള്ളൊരു ആ ഷോപ്പിംഗ് എനിക്ക് ചെയ്താലാണ് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഞാനും കെട്ടിയവനും തമ്മിൽ അടിയായി. പിന്നെ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഞങ്ങൾ ഉടക്കാണ്, ഞങ്ങൾ മിണ്ടത്തില്ല. വൈകുന്നേരം നമ്മൾ വാദി നമ്പറിൽ പോവാം. വാദി നമ്പറിൽ കുറച്ച് നേരം പോയി ഇരുന്ന് ചില്ലാവാന്നൊക്കെ വിചാരിച്ച് പോയതാണ്. ചില്ലാവാന്നല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് പഠിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് ഓർത്തു. ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഈന്തപ്പന കണ്ടോ, ഈന്തപ്പഴം ഈ ഒരു ചൂട് സമയത്ത് അത്ര ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കെട്ടിയിട്ടേക്കുക, നല്ല രസമുണ്ട് കാണാൻ. തേ നിൽക്കുന്നു ആൾ, കലിപ്പിലാണേ, മിണ്ടത്തില്ല. അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഫാമിലി ആയിട്ടൊക്കെ കുറേ പേര് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. കുറേ നേരം നമുക്ക് ഇരിക്കാൻ തോന്നും. ഒരു പിള്ളേരൊക്കെ വന്ന് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നത് അവിടുത്തെ ഗ്രില്ല് ചെയ്യുന്നതാണ്. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന മണം കേട്ടിട്ട് എനിക്ക് അത്രയും കൊതി എനിക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയതിനേക്കാളും നല്ലത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഗ്രില്ല് ചെയ്യുന്നതായിരുന്നു എന്ന് തോന്നി. അപ്പം നിങ്ങൾ കുറച്ച് നേരമൊക്കെ ഒറ്റയ്ക്ക് നടക്കാനും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളവർ വീക്കെൻഡ് ആകുമ്പോൾ ഈ വാദി നമ്പറിലോട്ട് പോരാ. ഇവിടെ കുറേ നേരം ഇരുന്ന് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.